DNA ഘടന കണ്ടെത്തിയതിനു പിന്നിൽ അധികം ആരും അറിയാത്ത ഒരു പേരുണ്ട്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. 1950കളിൽ ലണ്ടനിലെ ഒരു ലാബിൽ ഗവേഷകയായിരുന്നു റോസലിൻഡ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് DNA തന്മാത്രാ ഘടന പഠിക്കുകയായിരുന്നു അവർ. ആ സമയത്ത് ഈ മേഖലയിലെ മുൻനിര ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അവർ. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ DNA ചിത്രങ്ങൾ എടുത്താണ് അതിൻ്റെ ഘടന മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അവർ എടുത്ത ഒരു ചിത്രമാണ് ഫോട്ടോ 51. ഈ ചിത്രം DNA ഒരു ഇരട്ട ഹെലിക്സ് ആണെന്ന് വ്യക്തമായി തെളിയിച്ചു. എന്നാൽ അവരുടെ സഹപ്രവർത്തകനായിരുന്ന മോറിസ് വിൽക്കിൻസ് ഈ ചിത്രം റോസലിൻഡിൻ്റെ അനുവാദമില്ലാതെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും നൽകി. ഫോട്ടോ 51 കണ്ട ഉടൻ വാട്സണും ക്രിക്കിനും DNA ഘടനയുടെ മോഡൽ നിർമ്മിക്കാൻ സാധിച്ചു. 1962 DNA ഘടനയുടെ കണ്ടുപിടുത്തത്തിന് വാട്സൺ, ക്രിക്ക്, വിൽക്കിൻസ് എന്നിവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. എന്നാൽ അപ്പോഴേക്കും റോസലിൻഡ് ഫ്രാങ്ക്ലിൻ മരണപ്പെട്ടിരുന്നു. അവരുടെ പങ്ക് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല. എങ്കിലും ഫോട്ടോ 51 ശാസ്ത്ര ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി ഇന്നും നിലകൊള്ളുന്നു.